തെലുങ്ക് സംസാരിക്കുന്ന 2 സംസ്ഥാനങ്ങളിൽ രണ്ടാമത്തേതായ തെലങ്കാന മെയ് 13 തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇവിടെ ആകെയുള്ള 17 സീറ്റിൽ 6 മേൽക്കൈ നേടുമെന്നതാണ് ആകാംക്ഷ. തെക്കൻ ശക്തി കേന്ദ്രമായ കർണാടകയ്ക്കപ്പുറം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിലെ ആകെയുള്ള 17 സീറ്റുകളിൽ 4 എണ്ണം BJP നേടിയിരുന്നു. റണ്ണറപ്പായി ഫിനിഷ് ചെയ്തും പ്രാദേശിക ഭാരത് രാഷ്ട്ര സമിതിയെ ഒറ്റ സംഖ്യയിലേക്ക് പരിമിതപ്പെടുത്തിയുമാണ് ഇത് നേടിയെടുത്തത്. അങ്ങനെ 2014 തെലങ്കാന രൂപീകരിച്ചതിനു ശേഷം സംസ്ഥാനത്ത് പാർട്ടിയുടെ പിടി പരിമിതമായി. രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനം ഭരിക്കാനുള്ള ജനവിധി നേടിയ കോൺഗ്രസ് പാർട്ടിക്ക് പ്രധാന വെല്ലുവിളിയായി BJP വീണ്ടും ഉയർന്നു നിൽക്കുകയാണ്. നേരെ മറിച്ച് ജനങ്ങളുടെ തിരസ്കരണത്തെ അഭിമുഖീകരിക്കുകയും ഒരു ദശാബ്ദകാലത്തെ ഭരണം പൂർത്തിയാക്കുകയും ചെയ്ത BRSഉം അതിന്റെ നേതാവായ K ചന്ദ്രശേഖർ റാവുവും തെലങ്കാനയിൽ തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയിലാണ്. ഹൈദരാബാദ് മണ്ഡലം പോലുള്ള അപവാദം ഒഴിച്ചാൽ 16 സീറ്റുകളിലേക്കുള്ള മത്സരം ത്രികോണ മത്സരമാണ്. ഡിസംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ചത് രേവന്ത് റെഡ്ഡി സംസ്ഥാനത്ത് തന്റെ പാർട്ടിക്ക് മേൽക്കൈ നേടിക്കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ്. 5 ഉറപ്പുകൾ നടപ്പാക്കാനുള്ള പാർട്ടിയുടെ പ്രതിജ്ഞാബദ്ധതയാണ് കോൺഗ്രസിന്റെ പ്രചാരണ ശ്രദ്ധ. സാമ്പത്തിക പരാധീനതകൾക്കിടയിലും സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്ത 6 ഉറപ്പുകളിൽ 4 എണ്ണം നിറവേറ്റാൻ സാധിച്ചു. സ്ത്രീകൾക്കായുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതിയാണ് ശ്രദ്ധേയമായ പദ്ധതികളിലൊന്ന്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം 30 ലക്ഷം ഗുണഭോക്താക്കൾ പ്രതിമാസം ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നു. കേവലം വാഗ്ദാനങ്ങളിലും ഒതുങ്ങാതെ കോൺഗ്രസ് മറ്റു പാർട്ടികളിൽ നിന്ന് കൂറുമാറിയെത്തിയവരെ സ്ഥാനാർത്ഥികളാക്കുകയും ചെയ്തു. അവരിൽ രഞ്ജിത്ത് റെഡ്ഡി, ദാനൻ നാഗേന്ദർ, P ദയാകർ എന്നിവരും ഉൾപ്പെടുന്നു. 2014 നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനം ഒറ്റ അസ്തിത്വമായി വോട്ട് ചെയ്യുകയും 9 സീറ്റുകളിൽ ഭൂരിപക്ഷവും BRSന് നൽകുകയും ചെയ്തപ്പോൾ BJPയുടെ ലക്ഷ്യം ഇരട്ട അക്കത്തിൽ സീറ്റുകൾ ഉറപ്പിക്കുക എന്നതാണ്. ക്ഷേമ പദ്ധതികൾ വിവേചനമില്ലാതെ എല്ലാവർക്കും എങ്ങനെ പ്രയോജനപ്പെട്ടുവെന്ന് എടുത്തുകാണിക്കുന്ന മോദിക്ക് ഗ്യാരണ്ടി എന്നതിലാണ് BJP പ്രചാരണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രത്യേക സംസ്ഥാനത്തിന് വേണ്ടി ശക്തിയായി വാദിച്ച മുൻ മുഖ്യമന്ത്രി KCRന് അദ്ദേഹത്തിന്റെ സംഭാവനകൾ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള അവസരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. BRS നേതാക്കളായ രാമറാവുവും മരുമകൻ T ഹരീഷ് റാവുവും തങ്ങളുടെ അണികളെ ഊർജ്ജസ്വലമാക്കാൻ ശ്രമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 മാസത്തിനു ശേഷമാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് വരുന്നത്. തങ്ങൾക്കെതിരായ ജനരോഷം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകുമെന്ന് BRS പ്രതീക്ഷിക്കുന്നു. ഹൈദരാബാദ് സീറ്റിലാണ് ശ്രദ്ധേയമായ ചതുഷ്കോണ മത്സരം നടക്കുന്നത്. ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തെഹാദുൽ മുസ്ലിമിന്റെ അസൗദ്ദീൻ ഉവൈസിയാണ് നിലവിലെ MP. BJP, കോൺഗ്രസ്, BRS എന്നിവയും സീറ്റിനായി മത്സരിക്കുമ്പോൾ ശക്തമായ പോരാട്ടമാണ് ഹൈദരാബാദിൽ. കഴിഞ്ഞ തവണ ഏതാണ്ട് 59% വോട്ടുകൾ നേടിയ ഉവൈസിയെ നവാഗതയായ വ്യവസായിയും സാമൂഹിക പ്രവർത്തകയുമായ കൊമ്പലെ മാധവി ലതയിലൂടെ BJP വെല്ലുവിളിക്കുന്നു. അതേസമയം കോൺഗ്രസ് മുഹമ്മദ് വല്ലുള്ള സമീറിനെയാണ് മത്സരിപ്പിക്കുന്നത്. ഗദ്ദൻ ശ്രീനിവാസ് യാദവാണ് BRS സ്ഥാനാർത്ഥി. തെലങ്കാനയിൽ 3.3 കോടി വോട്ടർമാരാണുള്ളത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും.